സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു തലമാണ് കർത്താവിനെ ഉള്ള ചില പരാതികൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ പരാതികൾ അത് സ്നേഹത്തിന് ചില പരാതികളാണ്. എനിക്ക് ദൈവത്തിൻ്റെ പരാതി, ആ പരാതികൾ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗത്തിൻ്റെ പരാതികൾ എന്തൊക്കെയാണ്? ഇതിലൊരു പരാതി എനിക്ക് തോന്നുന്നത്, ദൈവം തന്നെ സ്നേഹത്തിൻ്റെ ദൈവമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിട്ടും മനുഷ്യർക്ക് തിരിച്ച് സ്നേഹിക്കാനല്ല, തിരിച്ച് സ്നേഹമല്ല മനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവത്തിന് കിട്ടുന്നത്. ആൾക്കാർക്ക് പേടിയാണ്, കർത്താവിൻ്റെ പേടിയാണ്. അതൊരു പരാതിയാണെന്ന് എനിക്ക് തോന്നുന്നത്, ദൈവത്തിൻ്റെ ഒരു പരാതി. അതായത് ആൾക്കാരെന്നെ സ്നേഹിക്കണില്ല, സ്നേഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ സ്നേഹിക്കുന്നില്ല, പക്ഷെ പേടിച്ചിരിക്കുക, എല്ലാവരും എന്നെ പേടിച്ചിരിക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം തിരുവചനത്തിലെ പൗലോസ് പ്രകാരം പറയുന്നത്, നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ പിതാവേ എന്ന് വിളിക്കുന്നത്. അതാണ് വീണ്ടും പേടിപ്പിക്കുന്ന ആത്മാവല്ല, വീണ്ടും നമ്മെ പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവ്, ആ സ്നേഹത്തിൻ്റെ ആത്മാവ്, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്നേഹിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, പക്ഷെ നമ്മൾ പലപ്പോഴും പേടിച്ചിരിക്കുക. ഇതൊരു പരാതിയായിട്ട് എനിക്ക് തോന്നുകയാണ്, സ്വർഗത്തിൻ്റെ ഒരു പരാതിയായിട്ട് എനിക്ക് തോന്നുകയാണ്. പീപ്പിൾ ഡോണ്ട് ലവ് മീ, ദൈവത്തിൻ്റെ ഒരു പരാതി. ഐ എം എക്സ്പെക്ടിങ് ദിയർ ലവ്, ബട്ട് ദേ ആർ നോട്ട് ലവിങ് മീ ബാക്ക്. എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ അത്രമാത്രം ചെയ്തിട്ട് എന്നെ സ്നേഹിക്കുന്നില്ല. അതിൻ്റെ ഡെപ്ത് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ ആ സന്ദേശം ചാലിച്ച് അതിൻ്റെ സാരാംശം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ, അത് ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇന്ന് എപ്പോഴെങ്കിലും ഒരു എക്സസൈസ് പോലെ ഇന്നൊന്ന് വായിക്കുന്നതാണ്, പേടി മാറാനായിട്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ, അതിൽ 2 തവണ 2 ഇടങ്ങളിലെ ഒരു ഈക്വൽ ടു വിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. ദൈവം ഈക്വൽ ടു സ്നേഹം, ദൈവം സ്നേഹമാകുന്നു എന്ന് 2 തവണ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. അത് ഡെഫിനിഷനാണ്, ദൈവം സ്നേഹമാണ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4:16, 4:8, 4:16 അതൊന്നും പ്രകാരമായിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. എന്തുകൊണ്ട് പറയാം, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അതിൽ വിശ്വസിക്കുന്നു. അതൊരു ഈക്വലിറ്റി പറയണം, ദൈവം സ്നേഹമാണ്. അതാണ് ആ വെളിപ്പെടല് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ അതിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ആദ്യം യോഹന്നാൻ ശ്ലീഹ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിലാണ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതിലാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദൈവസ്നേഹത്തിൻ്റെ അതിൻ്റെ നിഗൂഢതകൾ, അതുപോലെ തന്നെ അതിൻ്റെ മിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അത് കുറച്ചും കൂടി അതിൻ്റെ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, മനസ്സിലാക്കിയാൽ തിരിച്ച് നമ്മൾ സ്നേഹിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം, അത് അറിയണം. അതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, അറിയണം ദൈവം എന്തുമാത്രം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അത് വെറുതെ ഒരു ബുദ്ധിയുടെ തലത്തിലുള്ള അറിവല്ല, പലപ്പോഴും ഇത് ബുദ്ധിയുടെ തലത്തിൽ, ഈവണത് മനസ്സിൻ്റെ തലത്തിലുള്ള അറിവ് പോലുമല്ല. അതിനപ്പുറം നമ്മളുടെ ആത്മാവിന് പിടികൂടുന്ന ഒരു അനുഭവത്തിൻ്റെ തലത്തിലുള്ള ഒരു അറിവിലേക്ക് അത് മുന്നോട്ട് പോയാലാണ് നമ്മളുടെ ജീവിതത്തെ ഈ ദൈവസ്നേഹം പിടികൂടുള്ളൂ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവസ്നേഹം നമ്മൾ പിടികൂടിയാൽ തീർച്ചയായിട്ടും തിരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കും. കാരണം നമ്മൾ റിയലൈസേഷനിലേക്ക് വരും, ഞാൻ മകനാണ്, മകളാണ്, എൻ്റെ അപ്പനാണ്, അബ്ബ പിതാവ് അപ്പനാണ്. ആ സ്റ്റെപ്പുകളാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോകണേ. അങ്ങനെ വന്നാലാണ് തമ്പുരാൻ്റെ പരാതി മാറുള്ളൂ. ഈ പരാതി ആൾക്കാരെന്നെ സ്നേഹിക്കണില്ല, എന്നെ പേടിച്ചിരിക്കണേ എന്നുള്ള പരാതി മാറണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് അറിയണം. ദൈവസ്നേഹത്തിൻ്റെ ഡെപ്ത്
പൗലോസ്ലീഹ പറയുന്ന പോലെ വീതിയും നീളവും ആഴവും ഉയരവും നമ്മൾ തിരിച്ചറിയണം. ദൈവസ്നേഹത്തിന്റെ ആ ഡെപ്ത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കാണുന്നത് 1 യോഹന്നാൻ 4:10, 1 യോഹന്നാൻ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഇതിലുണ്ട് ദൈവസ്നേഹത്തിന് ഡെപ്ത് എന്താണെന്നതിലുണ്ട്. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു എന്നുള്ളതല്ല സ്റ്റാർട്ടിങ് പോയിന്റ്. ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിലാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചു എങ്ങനെയാ? സ്വന്തം മകനെ നമുക്ക് തന്നിട്ടാണ്. സ്വന്തം മകനെ നമുക്ക് തന്നിട്ടാണ്. അതാണ് ദൈവസ്നേഹത്തിന്റെ ഡെപ്ത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യെസ്, ദാറ്റ് ഈസ് എ ഡെപ്ത് ഓഫ് ഡിവൈൻ ലവ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോഴും നമുക്കത് മുഴുവൻ മനസ്സിലാവണില്ല. എന്നിട്ട് കർത്താവോടെ വന്നു, അതിനിപ്പോൾ ഇന്നത്തെ ഇപ്പം ഇത്ര വലിയ കേസുള്ള പിതാവ് ആയ ദൈവം ഈശോനെ കൂടെ അയച്ചു, അതിലിപ്പോൾ ഇത്ര വലിയ കേസുള്ള എന്നുള്ളതാണ് ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണേ. അത് നമുക്ക് തമ്പുരാന്റെ മനസ്സ്, പിതാവായ ദൈവത്തിന്റെ ആ റിലേഷൻഷിപ്പ് വിത്ത് ഈശോയുള്ള റിലേഷൻഷിപ്പ് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മളത് ഗ്രഹിക്കാതെ. അത് മനസ്സിലാവണമെങ്കിൽ നമ്മളിത് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:18 ആ ബന്ധം, ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധം. എന്നിട്ട് എന്താണ് ഈ ഐക്യമ്പോൾ എന്താണ് പിതാവിനുണ്ടാവണേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. അപ്പൊ ഈശോ പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്താണ്. ആ വാക്കിന്റെ തർജ്ജമ ശരിക്ക് അതല്ല, ഗാഢബന്ധം എന്നല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കൊൽപ്പോൺ, ഇതാണ് ആ ഗ്രീക്ക് വാക്ക്. ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നെഞ്ചത്ത് കിടക്കാന്നുള്ളതാണ്. നെഞ്ചത്ത് ഇവിടെ കിടക്കാന്നുള്ളതാണ്. ഇവിടെ കിടക്കുക എന്ന് വെച്ചാൽ അനന്തകാലം മുതലേ ഈ നെഞ്ചത്ത് കിടക്കാണ്. പിതാവിന്റെ നെഞ്ചത്ത് കിടക്കാണ് ഈശോ. പിതാവിന്റെ നെഞ്ചത്താണ് ഏകജാതം കിടക്കുന്നത്. അവിടുന്നാണ് വരണേ. അപ്പൊ ആ നെഞ്ചത്ത് കിടക്കുന്ന ഏകജാതനെ അയക്കുമ്പോ ആ പിതാവ് അനുഭവിക്കുന്ന അസ്തിത്വാത്മകമായിട്ടുള്ളൊരു വേദനയുണ്ട്. അതുകൊണ്ട് അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സ്വന്തം കുഞ്ഞിനെ ജന്മം നൽകിയിട്ട് എടുത്ത് കയ്യിൽ വെച്ചത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചു കൊടുക്കുമ്പോഴേ, അങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന ഒരു വേദന, അല്ലെങ്കിൽ സ്വന്തം മക്കള് യാത്ര പറഞ്ഞ് ഏതെങ്കിലും ഒരു പഠിക്കാൻ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടി അവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്നൊരു വേദന, അതൊക്കെ അതിനൊരു പാർട്ടേ ആകുന്നുള്ളൂ. അതിനോടൊക്കെ താരതമ്യപ്പെടുത്തി അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം അത്ര വേദനയാണ് ഒരർത്ഥത്തിൽ പിതാവായ ദൈവം അനുഭവിക്കുന്നത്. അതാണ് സഹനം. നമ്മൾ തീർച്ചയായിട്ടും ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, ഈശോയുടെ സഹനം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പിതാവായ ദൈവത്തിന്റെ സഹനം പലപ്പോഴും നമ്മൾ കാണുന്നില്ല. പിതാവിന്റെ സഹനം നമ്മൾ കാണുന്നില്ല. തൻ്റെ നെഞ്ചത്ത് കിടക്കുന്ന തൻ്റെ മകൻ, ആ മകനെ ഈ ലോകത്തിന് വേണ്ടി അയക്കുമ്പോൾ ആ അപ്പൻ അനുഭവിച്ച സഹനം, അപ്പൻ അനുഭവിക്കുന്ന വേദന അത് നമ്മൾ കാണുന്നില്ല. അത് കാണുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴം. ഡപ്പൻ, എൻ്റെ പിതാവായ ദൈവം ഡപ്പൻ എന്നെ സ്നേഹിക്കുന്നത് തൻ്റെ മകൻ ഈശോയെ നൽകുവാൻ തക്ക വിധം അത്രമാത്രം നമ്മെ സ്നേഹിച്ച എൻ്റെ അപ്പൻ. അതാ അപ്പനാണ് ഈ ലോകത്തിന്റെ അതിനാഥനായിട്ടുള്ള അപ്പൻ, സർവശക്തനായിട്ടുള്ള അത്യുന്നതനായിട്ടുള്ള സർവാധിപനായിട്ടുള്ള അപ്പൻ. അപ്പൻ അനുഭവിക്കുന്ന ആ വേർപാട് എന്നുള്ളത് പിതാവിന് ഏകജാതൻ ഈശോനെ ഐക്യമുണ്ടാകുന്ന ആ നെഞ്ചത്ത് നിന്ന് ഒരാളങ്ങോട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന. പക്ഷെ തീർച്ചയായിട്ടും ആ ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധത്തിന്റെ ലോകത്തിലേക്ക് ഐക്യമുണ്ടാകുന്ന അതാണ് അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പിതാവിന്റെ വേദനയുടെ ആഴം. അങ്ങനെ അയക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മള് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറുന്നത്. ദൈവത്തിന്റെ മകനും മകളുമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത് ഇങ്ങനെ ഈശോയിലാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. ഈശോ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായതുകൊണ്ടാണ് നമ്മളങ്ങനെ രൂപാന്തരപ്പെടുന്നത്. പൗലോസ്ലീഹ
കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 6:18. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. ഈശോയിലെ നമ്മളൊക്കെ ആ മകനും മകളുമായിട്ട് രൂപാന്തരപ്പെടാണ്. ഈശോയിലെ മകനും മകളുമായിട്ട് രൂപാന്തരപ്പെടാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:26 ഗലാത്യ 3:26. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ദൈവത്തിന്റെ മകനുമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു വന്നിട്ടാണ് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും കാണുന്നു, ആവർത്തിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഇതാണ്: ഇൻ ജീസസ് വി ഹാവ് ബിക്കം സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. നമ്മുടെ സ്റ്റേറ്റ് മാറി, നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമായി, എൻ്റെ അപ്പനായി. ക്രിസ്തു വന്ന് നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമാക്കി. അത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1:5 യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ദത്തെടുത്തിരിക്കുക. Now we are adopted by God the Father. Adopted, മനസ്സിലായി? ദത്തെടുക്കുക, അഡോപ്റ്റഡ്. സ്റ്റേറ്റ് മാറി. ഇതിനു മുമ്പ് നമ്മൾ ആരും ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈശോ വന്നപ്പോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് മാറി. മാമോദീസയിലൂടെ സ്റ്റേറ്റ് മാറി. നമ്മൾ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി. ആ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നു. ഇത് അതിന്റെ ഡെപ്തില് അനുഭവിച്ചുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 3:1-2 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളാണ്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെയാണ് താനും. നമ്മുടെ സ്റ്റേറ്റ് മാറി. നമ്മൾ ഈശോയിൽ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി നമ്മൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഈ ചേഞ്ച് ഡെപ്തിൽ നമ്മൾ റിയലൈസ് ചെയ്യണം. ഇത് പലപ്പോഴും അനുഭവിക്കുന്നില്ല. ഇതുകൊണ്ടാണ് പേടി. ഞാൻ ദൈവത്തിന്റെ മോനാണ്, ദൈവത്തിന്റെ മോളാണ്. അപ്പൊ വരുന്നൊരു സ്വാതന്ത്ര്യമില്ലേ? എൻ്റെ അപ്പൻ സ്വർഗത്തിലെ അപ്പൻ, സർവശക്തനായിട്ടുള്ള അപ്പനോട് തോന്നുന്നൊരു സ്വാതന്ത്ര്യമില്ലേ? ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ